നമ്മുടെ ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻ്റ് ഉണ്ടായിരുന്നു, ഒരു പെൺകുട്ടിയായിരുന്നു, ഒരു ഏകദേശം ഒരു 17 വയസ്സുള്ള പെൺകുട്ടി. അപ്പോൾ ഇവരുടെ ഫാദർ എന്ന് പറഞ്ഞാൽ വെൽ റെപ്യൂട്ടഡ് ആണ്. അപ്പം ഇവരുടെ ഈ കുട്ടിയുടെ ബേസിക് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കുറേ ദിവസമായിട്ട് പനി. പേഷ്യൻ്റ് കാണിച്ചു, മൾട്ടിപ്പിൾ ആൻറ്റിബയോട്ടിക്സ് എടുത്തു, ഒരുപാട് മെഡിസിൻസ് പോയി, പക്ഷെ ഇവർക്ക് പനി മാറുന്നില്ല. അപ്പോൾ അങ്ങനെ ഒരു മെഡിസിനിലോട്ട് വന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൽ കേസസ് എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺഡയഗ്നോസ്ഡ് കേസ് വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റലിൽ നമ്മൾ ഏറ്റവും സീനിയർ മോസ്റ്റ് സാർ ഭാർഗവൻ സാർ എന്ന് പറഞ്ഞാൽ നമ്മൾ HOD ആണ്, സാറാണ് കാണുക. അപ്പോൾ സാറ് പോയി ഈ പേഷ്യൻ്റ്, അപ്പോൾ ഞാൻ പറഞ്ഞു ഭയങ്കര പ്രഷറുണ്ട്, കാരണം വെൽ റെപ്യൂട്ടഡ് ഫാമിലിയിൽ നിന്ന് വരുന്ന കുട്ടിയാണ്. അപ്പോൾ സാറ് ഹിസ്റ്ററി വയ്ക്കാൻ തുടങ്ങി. അപ്പോൾ ഈ സാറിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പണ്ടത്തെ കാലത്തെ ഡോക്ടർമാരുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ക്ലിനിക്കൽ സ്കിൽസിനാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. നമ്മൾ ഇപ്പോഴത്തെ ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി ഇൻവെസ്റ്റിഗേഷൻ ബേസ്ഡ്, അതായത് സ്പ്ലീൻ ഉണ്ടോ നോക്കാൻ USG എടുക്കുക, അതേപോലെ നേരെ ഇൻവെസ്റ്റിഗേഷൻ ബേസ്ഡ് ആണല്ലോ നമ്മൾ കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പോൾ സാറ് വന്നിട്ട് സാറ് ഹിസ്റ്ററി വയ്ക്കുകയാണ്. അപ്പോൾ സാറ് കുട്ടിനോട് ഹിസ്റ്ററി ചോദിച്ചു. അപ്പോൾ കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്, കുറേ കാര്യങ്ങൾ ഈ കുട്ടി പറയുന്നുണ്ട്, അവരുടെ ഫാദർ പറയുന്നുണ്ട്, ഇവരുടെ അമ്മച്ചി പറയുന്നുണ്ട്, കുറേ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ കേട്ട് പോവാണ്. അപ്പം ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, എനിക്കതിൽ എല്ലാ കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ പറയാൻ പറ്റില്ല, പക്ഷേ അവർ പറഞ്ഞതിലൊരു കാര്യം പറഞ്ഞത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ച് ദിവസമായിട്ട് ഇങ്ങനെ നമ്മൾ മറ്റേ മുടി ചെയ്യുമ്പോൾ നന്നായിട്ട് മുടി കൊഴിഞ്ഞ് വരുന്നുണ്ടെന്ന്. അപ്പം സാറും ഇത് കേൾക്കുന്നുണ്ട്, ഞാനും ഇത് കേൾക്കുന്നുണ്ട്. ഞാൻ വിചാരിച്ച പെൺകുട്ടികളല്ലേ, കുറേ മുടി ഉണ്ടാകും, കുറച്ച് മുടിയൊക്കെ കൊഴിഞ്ഞു പോലെ, എനിക്കത് അത്രേ ഉള്ളൂ. പക്ഷേ സാർ ഇത് കേട്ടുപോയപ്പോൾ സാറ് പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ല. ഇതെല്ലാം കഴിഞ്ഞു, സാറിൻ്റെ എക്സാമിനേഷൻ എല്ലാം കഴിഞ്ഞു. എനിക്കിത് കഴിഞ്ഞിട്ടും എനിക്ക് ഡയഗ്നോസിനെ കുറിച്ച് ഒരു ക്ലൂ ഇല്ല, ഒന്നും മനസ്സിലായിട്ടില്ല. പക്ഷേ സാറ് എന്നിട്ട് ഫയൽ ചെയ്യാൻ തുടങ്ങി. സാർ ഹിസ്റ്ററി എഴുതി, എക്സാമിനേഷൻ എഴുതി. സാറിൻ്റെ ഫൈനൽ ഡയഗ്നോസ് സാർ ഇങ്ങനെ എഴുതിയത്, ഇൽനെസ് സ്റ്റാർട്ടഡ് ആസ് അലോപേഷ്യ, കൈൻഡ്ലി റൂൾ ഔട്ട് സിസ്റ്റമിക് ലൂപ്പസ് എറിത്തമെറ്റോസിസ്. അപ്പം SLൻ്റെ ഒരു ടെസ്റ്റ്, ഓൾറെഡി സ്ക്രീനിങ് ടെസ്റ്റ്, ANA പ്രൊഫൈൽ എന്ന് പറഞ്ഞ ടെസ്റ്റ് അവർക്ക് ചെയ്തതാണ്. പക്ഷേ സാറിൻ്റെ ക്ലിനിക്കൽ സ്കിൽസിൽ ഹീ ഈസ് സോ കോൺഫിഡൻറ്റ് ദാറ്റ് ഈ സാറ് പറയണ ആ ടെസ്റ്റ് തെറ്റാണ്, ഇതിൻ്റെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് സാർ വേറൊരു ടെസ്റ്റ് എഴുതി. ആൻഡ് ആ ടെസ്റ്റ് KMS 3+ പോസിറ്റീവ്. ഡയഗ്നോസിസ് ആയിപ്പോയത്. കാരണം ഈവൻ നമ്മൾ ലാബുകളെ ഡിപ്പെൻഡ് ചെയ്താൽ വരെ പലപ്പോഴും ചില ലാബ്സ് എറേഴ്സ് ഉണ്ടാക്കും, അത് ഡിപ്പെൻഡ്സ് ഓൺ അതർ ഫാക്ടേഴ്സ് ടു. അങ്ങനെ ഉണ്ടാവുമ്പോൾ നമ്മുടെ ക്ലിനിക്കൽ സൈഡ്, അതാണ് ആ ബീങ് എ ഡോക്ടർ എന്നുള്ളതിന്റെ ആ ഒരു സംഭവം. അവിടെ ആ ഒരു സാധനം ശരിക്കും എനിക്ക് ഭയങ്കര ഒരു സ്റ്റിമുലേഷൻ തന്നു. കാരണം എന്താ വെച്ചാൽ ഇൻവെസ്റ്റിഗേഷൻ തെറ്റാന്ന് പറഞ്ഞൊരു സംഭവം സാറിന്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട്, അതായത് സാറ് ഇപ്പോൾ ആ ഒരു പേഷ്യൻ്റ് 5 മിനിറ്റ് കാണുമ്പോൾ സാറിന്റെ 50 വർഷത്തെ എക്സ്പീരിയൻസ് ആണ് ആ 5 മിനിറ്റിൽ കാണിക്കുന്നത്. കാരണം ഞാൻ കേട്ടതും ഞാൻ കണ്ടതും തന്നെയാണ് സാറും കണ്ടത്. പക്ഷേ ദ വേ ഹി തിങ്സ് ആൻഡ് ദ വേ ഹി അപ്രോച്ച് ഇസ് ഡിഫറെൻറ്റ്.